വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഇന്ത്യ സ്കൂൾ ബൈസൈക്കിൾ ചാമ്പ്യൻഷിപ്പ് ആണ്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ റേസ് 30 മിനിറ്റ് മാത്രമാണ്. റേസ് സ്കൂളിൽ നിന്നും തുടങ്ങി സ്കൂളിൽ തന്നെ വന്ന് അവസാനിക്കും. ഈ റേസ് ആരാണോ ജയിക്കുന്നത് അവർക്ക് ഒരു അതിമനോഹരമായ ഒരു ട്രോഫി, പിന്നെ ഒരു വർഷത്തെ സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുക. മത്സരം തുടങ്ങാൻ പോകുന്നു. എന്തായാലും ഇന്ന് ശിവ കോമ്പറ്റീഷന് പോയത് കൊണ്ട് ഇന്ന് ഈ മുറി വൃത്തിയാക്കിട്ട് തന്നെ കാര്യം. ഓ ഇതെന്താ തലമീത്? എന്താ ഭീംസിംഗ്, ശരിക്കും ഈ മുറി ഒന്നും വൃത്തിയാക്കുന്നില്ലെന്ന് തോന്നുന്നു. അതാണ് എലികളും പാറ്റകളും നിറയെ ഉള്ളത് ഇവിടെ. ആദ്യം ചെന്ന് അവിടെയൊക്കെ വൃത്തിയാക്ക. അതിനോടൊക്കെ ഞാൻ ഇവിടെ നോക്കട്ടെ. മത്സരം ആവേശം കൂടിക്കൊണ്ടിരിക്കുന്നു. മാച്ചിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഈ റൗണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാ മുൻനിരയിൽ നിൽക്കുന്നത് ആമോദ്, രണ്ടാമതെത്തുന്നത് എബിൻ, ഇതാ മൂന്നാം നമ്പറിൽ വന്നിരിക്കുന്നു ശിവ. മഹാവിരുദ്ധനാണ് ശിവ. അതെ, എന്താ താഴെ വീണിരിക്കുന്ന? ഇപ്പൊ തന്നെ അടുത്ത് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയും. ഓ, എന്തൊരു പൊടിയാണ്. എനിക്കെന്താ പറ്റിയത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ കാഴ്ച പോയി എന്നാ തോന്നണേ. സഹായിക്കണേ. ഇതാരെയും നടക്കണേ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ആരെയും സഹായിക്കണേ. ഈ ഭീംസിംഗ് ഒരു പണിയും വൃത്തിക്ക് ചെയ്യാൻ അറിയില്ല. എന്റെ തലമണ്ട പോയിന്നാ തോന്നണേ. അല്ല, ഇതെന്ത് ബോക്സാ വീണത്? തന്നെ വെട്ടിച്ച് മുൻനിരയിലാണ് ശിവ. ഇപ്പോഴും മൂന്നാമത്തെ സ്ഥാനത്ത് തന്നെയാണ്. ഇതാ ശിവ രണ്ടാം സ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നു. രണ്ടുപേരും മിടുക്കന്മാരാണ്. ആരാണ് ആദ്യം എത്തുക എന്നറിയില്ല. യെസ് യെസ് യെസ്, ഇത് വല്ലാത്തൊരു സ്റ്റണ്ട് തന്നെയാണ്. ഇതാ കാണൂ ശിവയുടെ മനോഹരമായ ഒരു സ്റ്റണ്ട്. ഇതൊരു ഡിഫിക്കൽട്ട് മോഡാണ്. ഇതാ രണ്ട് മത്സരാർത്ഥികൾ താഴെ വീണിരിക്കുന്നു. ഇപ്പോൾ എത്തിനും ശിവയും തമ്മിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ശിവ ഒരു അപകടം പിടിച്ച സ്റ്റണ്ടാണ് ചെയ്യുന്നത്. ഇതാ ഒരു സമ്മർ സോൾട്ട് ആണ് ഇത്. അതിശയം തന്നെ. ശിവ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. ബോക്സ് പൊടി പിടിച്ചങ്ങ് കിടക്കുക. ഇത് എവിടുന്നാ ഇത്രയും വലിയ വിളിച്ചോ? ഇവിടെ വരൂ, നോക്കൂ എന്താ സംഭവിക്കണേന്ന്.
ഇത് എവിടുന്ന് കിട്ടി? ആ ബോക്സ് അടച്ചു വെക്കൂ. നിർത്തിവെക്കേ. എന്തിനാ ഇത് തുറന്നത്? ഇത് തുറക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇത് എന്താണെന്ന് പറയേ. ഇതാ ശിവയും എത്തിനും തമ്മിൽ വാശിക്കാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ കാണൂ, ശിവ സൈക്കിളിന്റെ സ്പീഡ് കൂട്ടിയിരിക്കുന്നു. ഇതാ ശിവ എത്തിനിന്റെ വളരെ അടുത്ത് എത്തിയിരിക്കുന്നു. ചെറിയ ബോക്സിൽ എന്ത് രഹസ്യം ഉള്ളത്? നിങ്ങൾ എന്തിനാ ഇത്രയധികം പേടിക്കുന്നത്? ഈ പെട്ടി വളരെ ചെറുതാണെങ്കിലും അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേനെ. ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നോ? ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ ഒരിക്കലും ഓർക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ആ ഓർമ്മകൾ വീണ്ടും എന്നെ ഉണർത്തി. എനിക്ക് ഇന്നും ആ ദിവസം ഓർമ്മയുണ്ട്. ശിവയുടെ അച്ഛൻ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച ദിവസം. ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിപ്പിച്ചത്. എന്നെ പിടിക്കാൻ കുറെ ഗുണ്ടകൾ വരുന്നുണ്ട്. എന്റെ കുഞ്ഞു ശിവയെയും ഈ ബോക്സും അവരുടെ കയ്യിൽ കെട്ടരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട് വിടുന്നതായിരിക്കും നല്ലത്. അവരെത്തിന്ന് തോന്നുന്നത്. വേഗം പൊയ്ക്കോളൂ, ഞാനും പോവാ. കരയല്ലേ മോനെ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. നീ എവിടെ ഒളിച്ചിട്ടും കാര്യമില്ല. മര്യാദയ്ക്ക് ആ ബോക്സ് എന്റെ കയ്യിൽ തരുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ മെഡൂസ. ബോസ്, അയാൾ ഓടിപ്പോയെന്ന് തോന്നുന്നു. എത്ര നേരം അവൻ അങ്ങനെ ഓടും? വേഗം ആവട്ടെ. ഒരുപാട് ദൂരമൊന്നും പോകാൻ വഴിയില്ല. എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് അനുസരിക്കുമെന്ന് വിചാരിച്ചു. അവൻ എന്റെ വാക്കുകൾ പോലും അനുസരിച്ചില്ല. ആ ദിവസം തൊട്ട് ഈ ദിവസം വരെ നമ്മൾ ശിവയുടെ അച്ഛന്റെ ഓർമ്മകളിൽ ജീവിക്കുകയായിരുന്നു. അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നില്ല. ഈ ബോക്സ് ഒരു മാരണമാണെന്ന് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. അറിഞ്ഞാൽ ഞാൻ ആ ബോക്സ് ഒരിക്കലും തുറക്കില്ലായിരുന്നു. അല്ല, ഇതെന്താ? ഇത് ഡീകോഡിംഗ് ആവുകയാണല്ലോ. നമ്മളാരെങ്കിലും ഹാക്ക് ചെയ്യാനാവോ? ഇല്ലല്ലോ, ഹാക്കിങ്ങിൽ ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ. ഏതോ ഒരു കോഡ് വരുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ്. ആ, അത് തന്നെ. അതിശയം, ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. ലൈറ്റ് ഓൺ ആയിരിക്കുന്നു. വേഗം പ്രിൻസ് ക്രേസി സ്നേച്ചറിനെ വിളിക്കൂ. വേഗം വരൂ, വരൂ, ഒരു അതിശയം നടന്നിരിക്കുന്നു. വരൂ, വേഗം വരൂ. എന്താ? ലൈറ്റ് ആരാ ഓൺ ചെയ്തത്? ആരാ ഓൺ ചെയ്തെന്നാ ചോദിച്ചേ? ക്രേസി സ്നേച്ചർ. ശരിക്കും സംഭവിച്ച എന്താണെന്നറിയോ? ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയല്ലേ കാത്തിരുന്നത്. ലൈറ്റ് താനെ ഓണായി. എന്താ പറഞ്ഞേ? ലൈറ്റ് സ്വയം ഓണായെന്നോ? അങ്ങനെ ആവില്ല. നോട്ട് പോസിബിൾ.
ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ അർത്ഥം അവൻ ജീവനോടെ ഉണ്ടല്ലേ? കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് അവൻ ആ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വേഗം ആ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. പെട്ടെന്ന് വരൂ വരൂ വേഗം. പ്രിൻസ്, ഇത് കണ്ടോ? ലൊക്കേഷൻ ഇന്ത്യയിലാണ് കാണിക്കുന്നത്. സാറേ, ഇന്ത്യയിലുള്ള ഇത് എവിടെയോ കാണുന്ന ഒരു ചെറിയ നഗരമാണ്. കിട്ടിപ്പോയി സാറേ, ഈ നഗരമാണ് വേദ സിറ്റി. ആഹാ വെൽ ഡൺ. ചെല്ലു, വേഗം പോയി ആ ഗാഡ്ജറ്റ് എടുത്തുകൊണ്ട് വരൂ. ലൊക്കേഷൻ ട്രാക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഗാഡ്ജറ്റ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അകത്തേക്ക് പോയേ പറ്റൂ. ലെറ്റ്സ് ഗോ. ഈ നായ കുരച്ചാൽ എല്ലാവരും എണിക്കും. രണ്ടുപേര് ഇവിടെ നിന്നാ മതി. പിന്നെ നീ വീടിന്റെ പുറകുവശത്തുനിന്ന് പോ. ഞാൻ ഈ നായയുടെ കാര്യം നോക്കിക്കോളാം. നായോ? എനിക്ക് നായെന്ന് വെച്ചാ ഭയങ്കര പേടിയാണ്. ആ ശരി ശരി, ഞാൻ മിണ്ടുന്നില്ല. ഹലോ പപ്പി, ദേ ഈ ബിസ്ക്കറ്റ് കഴിക്കൂ. താനെന്താ ഇവിടെ ചെയ്യുന്നത്? അത് പിന്നെ വരാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുവോ നീ? നടക്ക്. എനിക്ക് നായെന്ന് വെച്ചാ പേടിയൊന്നും അറിയില്ലേ? പെട്ടെന്ന് ആ ഭാഗത്ത് നോക്ക്. പേടിപ്പിക്കുന്ന സൈസിലുള്ള ആൾക്കാരെ ഇവിടെയുള്ള. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? മാറ്, ഞാൻ നോക്കട്ടെ. അതിവിടെ തന്നെ ഉണ്ട്. യെസ്, കിട്ടിയിരിക്കുന്നു. ഒച്ച വെക്കാതെ. Come on, let's go. എന്റെ തല. രക്ഷിക്കണേ. ഒന്ന് സൂക്ഷിച്ച്. എന്റെ അമ്മേ. ആരാണ് ചോദിച്ചേ? നിങ്ങൾ ആരാണെന്ന്? നമസ്തേ മുത്തശ്ശി. മുത്തശ്ശി, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം കേട്ടോ. ആരാ നിങ്ങളൊക്കെ? ശിവയുടെ മുത്തശ്ശ, എവിടെയാ നിങ്ങള്? കള്ളൻ ഓടിപ്പോകുന്നു. എന്ത് പറ്റി മുത്തശ്ശി? എന്തിനെങ്ങനെ ഒച്ച വയ്ക്കുന്നത്? കള്ളന്മാര് നിന്റെ പപ്പയുടെ ഗാഡ്ജറ്റ് എടുത്തോണ്ട് പോയി മോനെ. പപ്പയുടെ ഗാഡ്ജറ്റോ? ഏത് ഗാഡ്ജറ്റ്? ശിവ, ഇതൊന്നും പറയാനുള്ള നേരം ഇപ്പോഴില്ല. അത് വളരെ അത്ഭുതകരമായ ഒരു ബോക്സ് ആണ്. അതിൽ ചെറിയൊരു പിടിയും പിടിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല. പോകൂ മോനെ, എത്രയും പെട്ടെന്ന് പോകൂ. ഹലോ,
എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളന്മാരെ ഞാൻ പിന്തുടരുകയാണ്. നീ വേഗം ആദി യൂണി ലഡു സിംഗുമായി നഗരത്തിന്റെ പുറത്തെയുള്ള വഴിയിൽ വേഗം എത്തണം. വേഗം. ഓക്കേ ശിവ, നോ പ്രോബ്ലം. ഈ കുട്ടി ഏത്? ഇനി നമ്മുടെ പുറകെ വരുവാണോ ഇവൻ? ഓ നോ, ഈ കല്ല് ഇപ്പൊ തന്നെ വീഴേണ്ടതായിരുന്നോ? ഈ ചെക്കൻ ഇവിടെ എത്തിയല്ലോ. മെഡൂസ മേഡം, ആ ചെക്കൻ നമ്മളെയും ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയിരിക്കുന്നു. നോക്കൂ. ഒരു കുട്ടിയോട് ഇങ്ങനെ പേടിക്കണോ? ഓടിച്ചു വിടാവനെ. കുട്ടി, മര്യാദക്ക് പോയിക്ക ഇവിടുന്ന്, ഇല്ലെങ്കിൽ നിന്റെ എല്ല് പൊടിച്ചു കളയും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കവനെ. ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? എടാ, കൊച്ചു പയ്യനോട് ഫൈറ്റ് ചെയ്യാൻ നിനക്കൊന്നും നാണല്ലേടാ? നീ എന്റെ ബൈസെപ്സിന്റെ പവർ നോക്കിയേ, എന്തൊരു ശക്തിയാ! ഈ ലഡ്ഡു സിംഗ് ഒരുത്തിന്റെ മീതെ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവന്റെ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. കമോൺ കമോൺ, പഞ്ച് മീ പഞ്ച് മീ, ഞാൻ നിനക്ക് കാട്ടിത്തരാം ഒരു വലിയ ഹീറോന്റെ കൂടെ എങ്ങനെ ഫൈറ്റ് ചെയ്യണ്ടെന്ന്. കമോൺ കമോൺ.
എനിക്കെന്താണോ പെട്ടെന്നൊരു തലച്ചിട്ടുള്ള എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവ, ഞാനിതാ വന്നോണ്ടിരിക്കുന്നു. സിംഗ് സാറേ, ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. ശിവ തന്നെ അവരെല്ലാരെയും കൈകാര്യം ചെയ്തോളും. അത് ശരിയാ, ഇത് നമ്മുടെ ശിവയുടെ ജോലിയാണല്ലോ. ഞാൻ ഇവിടെ ഇരുന്ന് വിശ്രമിക്കട്ടെ. ആന്റി, ഞാൻ സ്ത്രീകളെല്ലാരെയും വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുമായി എനിക്ക് ഫൈറ്റ് ചെയ്യണ്ട. എന്തേ, പേടിച്ചു പോയോ? അല്ല, ഒരിക്കലുമല്ല. കണ്ടോളാം ഞാൻ നിന്നെ. മുത്തശ്ശ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് പരിശ്രമിച്ചു അവരെ പിടിക്കാനായി. പക്ഷെ അവരെ എങ്ങനെയോ രക്ഷപ്പെട്ട് കളഞ്ഞു. ലഡ്ഡു സിംഗേ, എപ്പോഴെങ്കിലും ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടോ? എന്നും എന്റെ ശിവ തന്നെ സഹായിക്കണം. ഇന്ന് നിങ്ങളുടെ സഹായം ശിവയ്ക്ക് ആവശ്യം വന്നപ്പോ ഗുണ്ടകളുടെ അടിയും മേടിച്ച് വന്നിരിക്കുകയാണ്. അല്ല, അത് എന്താ ഉണ്ടായെന്ന് വെച്ചാ, സോറി മുത്തശ്ശി, സോറി, ക്ഷമിക്കണം. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരെ കണ്ടുപിടിച്ചേ തീരൂ. ആ ഗാഡ്ജറ്റ് തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല. മുത്തശ്ശ, അങ്ങനെ ആ ഗാഡ്ജറ്റിൽ എന്ത് രഹസ്യ ഉള്ളത്? അതുകൊണ്ടായിരിക്കുമല്ലോ മുത്തശ്ശൻ ഇത്രയധികം പേടിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ല മോനെ. പക്ഷേ ഇത് തീർച്ചയായിട്ടും അറിയാം. അത് നിന്റെ അച്ഛന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കുറ്റവാളികൾ നോട്ടമിട്ടിരുന്ന ബോക്സാ. അതെങ്ങാനും അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നെ വളരെ അപകടം സംഭവിച്ചേനെ. പക്ഷേ യാതൊരു തെളിവും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുക? ഐ തിങ്ക് എനിക്കറിയാം അത്. അവരെവിടേക്കാ പോയിരിക്കുന്നെന്ന്. ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആ സ്ത്രീ ഒരാളുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ബോസ്, ഇപ്പൊ ആ ഗാഡ്ജറ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഏതാ സ്ഥലം? ഹോട്ടൽ ടർക്കിയിലോ? ശരി, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ അവിടെ എത്താം. ശിവ, പെട്ടെന്ന് ഇന്റർനെറ്റിലെ ഹോട്ടൽ ടർക്കി എവിടെയാണെന്നൊന്ന് അന്വേഷിക്കേ. നെറ്റിൽ എന്ത് സെർച്ച് ചെയ്യാനാ? ഹോട്ടൽ ടർക്കി എന്നല്ല പേര്. അപ്പോഴത് ടർക്കിയിലല്ലേ കാണൂ. സിമ്പിൾ. ആദി, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഹോട്ടൽ ടർക്കി എന്നുള്ള പേര് ടർക്കിയിൽ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. ശിവ, നീ ചെന്ന് സെർച്ച് ചെയ്യൂ. എന്നാ വിശ്വസിക്കട്ടോ, എനിക്കെന്തോ. എന്ത് പറ്റി ശിവ? സെർച്ച് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചോ നീ? യു ആർ റൈറ്റ് ആദി. ഹോട്ടൽ ടർക്കിയിൽ തന്നെയാണ് ഉള്ളത്. കണ്ടോ, ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? പക്ഷെ നിങ്ങളാരും ഒരിക്കലും എന്നെ വാക്ക് വിശ്വസിക്കാറില്ലല്ലോ. എന്തു പറഞ്ഞാലും ഞാൻ നുണയാ പറയണെന്നാ പറയുന്നത്. താങ്ക് യു ആദി. ഇനി നമുക്ക് എല്ലാവർക്കും ടർക്കിലേക്ക് പോവാം. ശിവ, ഞാനും നിങ്ങളോടൊപ്പം കൂടെ വരാം. ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ അത് എളുപ്പമാകും. മുത്തശ്ശി, സൂക്ഷിച്ചിരിക്കണേ. ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാം. പിടിച്ചോ, ആദ്യം ടിപ്സ് ഇരിക്കട്ടെ. കാരണം ഞങ്ങള് ഒരുപാട് സമ്പത്തുള്ളവരാണേ. ആ വണ്ടിയിലകത്തുള്ളവരെല്ലാരും പുറത്തേക്ക് വന്നോളൂ. ആഹാ, ഈ സിറ്റി കാണാൻ എന്ത് രസാ.
എന്റെ അമ്മോ, ഇത് എന്ത് വലിയ ഹോട്ടലാ അല്ലേ മുത്തശ്ശ? ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ വട്ടുപോലെ നടക്കുന്ന ആള് സത്യത്തിൽ ഒരു പ്രിൻസാണ്, അറിയോ? അയാൾക്ക് പണമുള്ളതിന്റെ വലിയ അഹങ്കാരമായിരുന്നു. അയാൾക്ക് ഇഷ്ടമല്ലാത്തത് എന്ത് കണ്ടാലും ഉടനെ തന്നെ അയാളത് വാങ്ങിക്കുമായിരുന്നു. നമുക്ക് ഇക്കാര്യം വെച്ച് മുതലെടുക്കണം. നിങ്ങളെ വിഷമിക്കണ്ട മുത്തശ്ശ. അയാൾ ഇവിടുത്തെ പ്രിൻസ് ആണെങ്കിൽ ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. ലഡ്ഡു സിംഗ്, ഇത് വേദ സിറ്റി അല്ല, ടർക്കിയാണ്. പോകാം. അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് പറയാനുള്ളത് മുത്തശ്ശ. ലഡ്ഡു സിംഗ്, വാവ്, എന്ത് രസം ഇതിന്റെ അകം കാണാൻ. ശരി, വരൂ, നമുക്ക് റിസപ്ഷന് റൂമിന്റെ ചാവി വാങ്ങാം. ഹലോ മാഡം. ഹലോ സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളുടെ റൂം നമ്പർ അറിയണമായിരുന്നു. സോറി സർ, ഗസ്റ്റിന്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് സർ. ഞാൻ ഒരു തവണ ഇവിടുത്തെ രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഗസ്റ്റ് നിങ്ങളുമായി മീറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വിവരം തന്നിട്ടുണ്ടോ എന്ന്. നിങ്ങളുടെ പേരൊന്ന് പറയാമോ പ്ലീസ്? എന്റെ പേര് ഷെയ്ഖ് ഹബീബുള്ള. സോറി സർ, നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്നിട്ടേയില്ല. ഓഹോ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് മാഡം? നിങ്ങൾക്ക് ഞങ്ങളുടെ ഗസ്റ്റിന്റെ റൂം നമ്പർ പറയാൻ സൗകര്യമില്ലാന്നോ? ഞാൻ ഈ ടേബിളിന്റെ മീതൊന്ന് ഇരിക്കട്ടെ. ഇതിന്റെ ഹൈറ്റ് വളരെ കൂടുതലാണല്ലോ. എന്ത് ധൈര്യമുണ്ട് നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുകയാണോ? ഇതെന്നെ അപമാനിക്കുന്ന പോലെയാണല്ലോ. ഞാൻ എവിടെ പോയാലും എന്നെയും എന്റെ കുടുംബത്തിനും 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പൊ പറയുന്നു, ഞാൻ ഈ ഹോട്ടല് ഇപ്പൊ തന്നെ വിലയ്ക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് മാഡം, നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻചാർജിനെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാൻ പറയണം. ഞാൻ ഇപ്പോ ഇവിടെ വെച്ച് തന്നെ ഡീൽ ഉറപ്പിക്കാൻ പോവാണ്. സർ, ഇങ്ങനെ ദേഷ്യപ്പെടരുത്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതാണ് സർ. ഇതുപോലെ വേറെ ഗസ്റ്റും ഈ ഹോട്ടൽ വാങ്ങിക്കണം എന്നുള്ള വാശിയിലാണ്. ഇപ്പൊ സാറും അതുപോലെ വാശി പിടിക്കുകയാണല്ലോ. നിങ്ങൾ എന്തായി പറയുന്നത്? ഹോട്ടൽ വാങ്ങാൻ ഇവിടെ വേറൊരാള് വന്നിട്ടുണ്ടായിരുന്നോ? ഓഹോ, എന്നാ ഞാൻ പറയുന്നത് കേട്ടോ. 7 കടലും കടന്ന് ഈ ലോകത്തിൽ ആരെങ്കിലും ദേഷ്യത്തിൽ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഞാനായിരിക്കും, അല്ലെങ്കിൽ എന്റെ കോ-ബ്രദറായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം അവൻ ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അവൻ ഏത് റൂമിലാണ്? ഇപ്പൊ തന്നെ പറയണം. 1706. കേട്ടോ ചേട്ടായി, എന്റെ കോ-ബ്രദറും ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. എനിക്ക് അവന്റെ മുഖം കാണാൻ താല്പര്യമില്ല. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. ഓഹോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടാൻ തുടങ്ങിയാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? വരൂ, പോകാം. ഞാൻ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ മറന്നിട്ട് പോലും ആരോടും പറയരുത് ഞാൻ ഇവിടെ വന്നിരുന്നുവെന്ന്. അഥവാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ പിന്നെ വിലയ്ക്ക് വാങ്ങാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ഇനി ഞാൻ പറയില്ല സർ. ദയവേത് സാറ് ദേഷ്യപ്പെട്ട് സംസാരിക്കല്ലേ. വന്നേ, ഇവിടെ ആരും കാണുന്നില്ല. പതുക്കെ വന്നേ. എല്ലാരും വേഗം പോയി ഒളിഞ്ഞേ, ആരോ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായി കാണിക്കുന്ന? നമുക്ക് വേഗം ലഡ്ഡു സിംഗ്, ഒന്ന് നോക്കി നടക്ക്. ഇതെന്തായി കാണിക്കുന്നത്? എന്ത് മനോഹരമായ പെയിന്റിംഗ്. ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റ്. നന്നായിട്ട് തുടയ്ക്ക്, വേഗം തുടയ്ക്ക്. ഇന്ന് തന്നെ കയ്യിൽ കിട്ടി. ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ പല സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗാഡ്ജറ്റിന്റെ തരം വില വരുന്ന ഒന്നും തന്നെ ഇല്ല. പ്രിൻസ്, പക്ഷെ ആ ഗാഡ്ജറ്റ് ഇത്ര യൂണിക് ആയിട്ട് എന്താ? മെഡൂസ. ലോകത്തിൽ എത്ര തരം ട്രാൻസ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ ഗാഡ്ജറ്റ് അതൊക്കെ കൺട്രോൾ ചെയ്യും. സൈക്കിളായാലും ശരി, ബൈക്കായാലും ശരി, കാറായാലും ശരി, ട്രെയിൻ ആയാലും ശരി, പിന്നെ ഹെലികോപ്റ്ററുകൾ, കപ്പലുകൾ.
എന്റെ ഫോണാണ് ഇങ്ങോട്ട് തരാൻ. അത് എന്റെ ഫോണാണെന്ന് പറഞ്ഞില്ലേ? പോയോ? ശരി ശരി. നിങ്ങൾക്കറിയുമോ, ഞാൻ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ എല്ലാ ശക്തിയും എന്റെ മുൻപിൽ മുട്ടുമടക്കി നിൽക്കും. ഈ ഗാഡ്ജറ്റ് എങ്ങനെയെങ്കിലും മെയിൻ ഡിവൈസിൽ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് സമയമൊട്ടും പാഴാക്കി കളയാനില്ല. പെട്ടെന്ന് തന്നെ പോകേണ്ടി വരും. എന്റെ മുടി ഇങ്ങനെ പിടിച്ച് വലിക്കാതെ തലവേദനിക്കുന്നു. കുട്ടികളെ, ഇത് നിങ്ങളുടെ അങ്കിളല്ല. നമുക്ക് അടുത്ത റൂമിലേക്കാണ് പോകേണ്ടത്. വന്നേ. ഇല്ല ബജൻ, എനിക്കറിയാം അങ്കിളിനോട് ബജന് ദേഷ്യാണെന്ന്. ഇത് തന്നെ എന്റെ അങ്കിള്. ആ, മുത്തശ്ശി എന്നോട് പറഞ്ഞു എന്റെ അങ്കിൾ നല്ല സുന്ദരനും കോടീശ്വരനുമാണെന്ന്. ഏതായി കുട്ടികള്? ഞാൻ ആരുടെ അങ്കിളല്ല. ഓ, ഇത് വല്ലാത്ത തലവേദനയായല്ലോ. എന്താ ഇത്? ഓ നോ, പിടിക്കൂ ആ കുട്ടിയെ. ആ കുട്ടി ഗാഡ്ജറ്റ് എടുത്തോണ്ടാണ് ഈ ഓടുന്നത്. ക്യാച്ച് ഹിം നൗ. ഓ, ഈ കുട്ടികളൊരു ശല്യം തന്നെ. ഹലോ, ഒരു കുട്ടി ഇവിടെ നിന്ന് ഗാഡ്ജറ്റ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. വേഗം ആ കുട്ടിയെ പിടിക്ക. ഇവിടുത്തെ കുട്ടികളൊക്കെ എവിടെ പോയി? ഈ കുട്ടികളും അവന്റെ കൂട്ടത്തിലുള്ളത് തന്നെ. ഓ നോ, ഇത് ശിവ അല്ലേ? കൊള്ളാം, നല്ലൊരു സൈക്കിൾ. അവനെ ചെന്ന് വേഗം പിടിക്കേ. ആ, പിന്നെ മെഡുസ, ഇതുപോലത്തെ സൈക്കിൾ എവിടെയും കാണാൻ പറ്റില്ലല്ലേ? അവനോടൊന്ന് ചോദിക്കുവോ, അവനാ സൈക്കിള് വിൽക്കുമെന്ന്? എന്താ ഈ പറയുന്നേ? ബോസ്, നമുക്ക് ആ ഗാഡ്ജറ്റാ വേണ്ടേ, സൈക്കിൾ അല്ല. അവിടെ നിക്ക്. ആ കുട്ടി ഓടിപ്പോയെങ്കിൽ പോട്ടെ. ഇവരെ എല്ലാവരും ചെന്ന് പിടിക്ക. അപ്പൊ അവൻ താനെ ഇങ്ങോട്ട് തിരിച്ചു വരും. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാം. ആ ശരിയോ? ശരി ശരി, വേഗം പോവാ. പാട്ടുകാരനെത്തി നമ്മളെ പാട്ട് പാടി പറപ്പിച്ചു കളയും. വിട്ടോടാ.
ചെറുക്ക എന്തായി കാണിച്ചേ? സോറി അങ്കിൾ, എമർജൻസിയാണ്. ഇങ്ങോട്ട് വാ, എന്തെങ്കിലും കൊടുത്താ. പിടിക്കവനെ. ആ ഗാഡ്ജറ്റ് കൊണ്ട് ആ ചെക്കനെ പോകാൻ അനുവദിക്കരുത്. Not again. മെഡൂസ, ആ ഗാഡ്ജറ്റ് പെട്ടെന്ന് തട്ടിയെടുക്ക. ആ കുട്ടിയെ വെറുതെ വിടരുത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. മാഡം, ഈ ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഗാഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്, പിന്നെ നോക്കിയേക്കുന്ന ഓട്. monkey! Shiva, gadget! മുത്തശ്ശൻ പാടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പറന്നു പോകും. വേഗം സ്ഥലം വിട്ടോ. മുത്തശ്ശ, മുത്തശ്ശ, നിങ്ങൾക്ക് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ശിവ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ വേദന മാത്രം, അത്രേ ഉള്ളൂ. ശിവ പറയുന്നത് ശരിയാണ് മുത്തശ്ശ. മുത്തശ്ശിന് ഇപ്പൊ വിശ്രമം വളരെ അത്യാവശ്യമാണ്. ശരി, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ റെസ്റ്റ് എടുക്കാം. മുത്തശ്ശ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. എന്റെ റോബോട്ട് ബി അവരുടെ പുറകെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരുടെ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്യാപ്റ്റൻ, പെട്ടെന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവൂ. ചെയ്യാണല്ലോ. ഇത് മനുഷ്യക്കുട്ടി തന്നെയാണെന്ന് എനിക്കൊരു സംശയം. ഫയർ ചെയ്യോ? ആ സൈക്കിൾ നല്ല രസമാണല്ലേ മെഡുസ? ഒന്ന് ചോദിക്കാനോട്, ആ സൈക്കിൾ എന്ത് വിലക്ക് കൊടുക്കുന്നു? പ്രിൻസ്, അവൻ നിനക്ക് സൈക്കിൾ വിൽക്കില്ല. അവൻ ഗാഡ്ജറ്റ് തട്ടിയെടുത്ത് ഇവിടുന്ന് ഒളിച്ചോടി പോകും.
പോക്കിരി പോലത്തെ ഒരു കുട്ടി എല്ലാ മിസൈലുകളെയും പുഷ്പം പോലെയല്ലേ തകർത്തത്. അവൻ എന്നെ വെറുതെ വിടില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സബ്മറൈൻ മോഡ് ആക്ടിവേറ്റ് ചെയ്യൂ. ഈ മോഡ് എന്തുകൊണ്ടാ പ്രവർത്തിക്കാത്തത്? ഒന്ന് വേഗം പ്രവർത്തിക്ക. വേഗം വേഗം, എത്രയും പെട്ടെന്ന് ശരിയാവ്. ശരിയായി. അല്ല, അവൻ പുറകെ വരുന്നുണ്ട്. ആ സൈക്കിള് സബ്മറൈനായിട്ട് മാറി. അവന്റെ ആ സൈക്കിള് ഒരു അതിശയം തന്നെയാണ്. എനിക്ക് ആ സൈക്കിള് ഭയങ്കര ഇഷ്ടമായി മെഡൂസ. അവന്റെ സൈക്കിൾ വെള്ളത്തിലൂടെ പോവുമെങ്കിൽ നമ്മുടെ ഈ സബ്മറൈൻ ആ സൈക്കിളിന്റെ വാലിൽ കെട്ടാനില്ല. എന്ത് വില കൊടുത്താണെങ്കിലും ഞാൻ ആ സൈക്കിൾ വാങ്ങാമെന്ന് അവനോടൊന്ന് പറയൂ. മെഡൂസ, സമയം കിട്ടുമ്പോൾ ആ ഡീൽ ഒന്ന്. നിങ്ങൾക്ക് ശിവയുടെ സൈക്കിൾ ആണോ വേണ്ടേ, അതോ നിങ്ങൾക്ക് ഗാഡ്ജറ്റ് രക്ഷിക്കണോ? എനിക്ക് ശിവയുടെ സൈക്കിൾ അല്ലല്ല, ആ ഗാഡ്ജറ്റ് അതാണ് എനിക്ക് വേണ്ടത്. ക്യാപ്റ്റൻ, ആ കുട്ടിയുടെ കഥ കഴിച്ചേക്കൂ. എയർപ്ലെയിൻ മോഡിലാക്കിക്കോളൂ. യെസ് സർ. ഇനി ഈ സൈക്കിൾ ശരിയാക്കിയേ പറ്റൂ. ശിവ, ഞങ്ങൾ എല്ലാവരും ഒരു കൈ നോക്കാം. വാവ് ശിവ, എന്താ അടിപൊളി സൈക്കിൾ ഉണ്ടാക്കിയിരിക്കണേ. ഇനി അവരുടെ ലൊക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പോയി അവരിപ്പോ ന്യൂയോർക്ക് സിറ്റിയിലേക്കാണ് പോയിരിക്കുന്നത്. ലഡു സിംഗ് സർ, നമുക്കിപ്പോ അവിടേക്ക് പോയേ പറ്റൂ. പോവാം. ഞാനൊരു കാര്യം പറയാം മെഡൂസ. ഈ ഗാഡ്ജറ്റ് മുഖേന ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലിയായി മാറും. ഇനി ഈ ഗാഡ്ജറ്റ് നമുക്ക് ലോഡ് ചെയ്യാം. കമോൺ. ഞാൻ ലോകത്തിലുള്ള പല വിലപിടിപ്പുള്ള സാധനങ്ങളും മേടിച്ച് കൂട്ടിയവനാണ്. ഇന്ന് എനിക്ക് കയ്യിൽ കിട്ടിയത്
ആ സാധനങ്ങളെക്കാളൊക്കെ എത്രയോ അമൂല്യമായതാണ്. ഇനി ലോകത്തിലുള്ള എല്ലാ വലിയ ശക്തികളും ഈ ക്രേസി സ്നാച്ചറുടെ മുൻപിൽ തലകുനിക്കും. കൺഗ്രാറ്റുലേഷൻസ് ബോസ്. താങ്ക് യു മെഡൂസ. ഗാഡ്ജറ്റ് ട്രൈ ചെയ്യാൻ ഇനി 1 മിനിറ്റ് പോലും ഞാൻ പാഴാക്കില്ല. എവരിബഡി ഗെറ്റ് റെഡി. വന്നേ മക്കളെ, ന്യൂയോർക്ക് സിറ്റിയിലെ ആദ്യത്തെ സെൽഫി നമുക്ക് എടുക്കാം. തീരെ പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ആ ക്രേസി സ്നാച്ചേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? മുത്തശ്ശ, ആദ്യമായിട്ട് ഒരു നഗരത്തിലേക്ക് പോയാൽ അത് നമുക്ക് പുതിയതായിരിക്കും. നഗരവുമായി ഇടപഴകുമ്പോൾ അത് നമുക്ക് പരിചയമാവും. എന്റെ റോബോട്ട് ബി ഇപ്പൊ ഒരു ലൊക്കേഷൻ ഷോ ചെയ്തോണ്ടിരിക്കാണ്. നമുക്ക് അവിടേക്ക് പോവാം. ഇനിയും എത്ര സമയം പിടിക്കുമെന്ന് പറ. സമയം പോകുന്തോറും ടെൻഷൻ കൂടി വരുക. ഇപ്പൊ തീരും സാറേ, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. സാറേ കഴിഞ്ഞു സാറേ, സാറ് വന്ന് നോക്കിയാട്ടെ. ഗാഡ്ജറ്റ് സിഗ്നൽ തരാൻ തുടങ്ങിയിരിക്കുന്നു. യെസ് യെസ്, ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ബൈക്ക് തന്നെ ആയിരിക്കും. ഇത് സക്സസ്ഫുൾ ആയെങ്കിൽ അടുത്തത് കാറ്, പിന്നെ ഹെലികോപ്റ്റർ, പിന്നെ എയറോപ്ലെയിൻ, പിന്നെ അടുത്തത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വാ, നോക്ക് എന്തായി. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി വലുതാക്കൂ. Ready friends, we are almost there. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. അവരെ ആൾക്കാർ ഇവിടെ പല ഭാഗത്തും കാണും. ശരിയാ ശിവ. ശിവ, എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ നഗരത്തിൽ നമുക്ക് അവരെ അത്ര എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കുന്ന. അവരെ അന്വേഷിക്കാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും. ശിവ, നമ്മൾ എങ്ങനെ അവരെ അന്വേഷിക്കുക? Where there is a will, there is a way. എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടണം. അത് നമ്മുടെ ജോലി എളുപ്പമാക്കും. Get ready to rock and roll. ഹലോ ന്യൂയോർക്ക് സിറ്റി. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ ബാൻഡിന്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന. ഈ പുതിയ ടാലന്റിനെ നിങ്ങൾ എല്ലാവരും ചീറപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി 7 കടലും കടന്നാ ഞങ്ങൾ അങ്ങോട്ട് വന്നിരിക്കുന്ന. വെരി ഫാർ. हाथों में बिजली पैरों में हवा, हाथों में बिजली पैरों में हवा, शक्ति का बदला है शिवा 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 East or West, Shiva, not like the rest. Shahe kala koi best, but Shiva is the best. Shiva 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 Shiva. आंधी हो बगुना हो या तूफान हो, रोक नहीं सकता कोई आजकल से. बड़े बड़ों की नाक कटती है, बच्चा न बुलाना कोई अंकल से. वो लोगों फैसला करता है भला. शिवा 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 शिवा
വേഗാവട്ടെ വേഗാവട്ടെ, എനിക്ക് സഹിക്കുന്നില്ല. കമോൺ കമോൺ, ട്രൈ അഗൈൻ ട്രൈ അഗൈൻ. वो बड़े धमाके जब वार करता है, हर चुटकी पे आसमां पार करता है, साइकिल है जादूगी फिट। Well done kids, you are live now, live on TV. Keep singing. यार करता है, वो डरता नहीं है किसी से भी जरा। शिवा 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 शिवा. ബോസ് ബോസ്, ദാ നോക്കൂ, ശിവയാണത്. शिवा 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 ഇത് അത്ഭുതം തന്നെയാണ്. ശിവയുടെ ബാൻഡ് പബ്ലിക്കിനെ മയക്കിരിക്കുകയാണ്. കം ലെറ്റ്സ് ടോക്ക് ടു ശിവ. ഹലോ ശിവ. ഹലോ ശിവ, വ്യൂവേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനാണ് വന്നതെന്ന് ഒന്ന് പറയാമോ? Hi everybody, I'm Shiva and these are my friends Reva, Adi and Yudi. നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങൾ ആരും പ്രൊഫഷണൽ മ്യൂസിഷ്യൻസ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ അന്വേഷിച്ചാണ് ഇതുവരെ എത്തിയിരിക്കുന്നത്. ഒരു വലിയ അപൂർവ സാധനം മോഷ്ടിച്ച് അയാൾ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെന്ത് മോഷ്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയൂ. അത് വലിയ പ്രാധാന്യമേറിയ സാധനമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു നേടുമെന്നാണ്. അഥവാ തന്നില്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അഥവാ കിട്ടിയില്ലെങ്കിൽ നാളെ ഹോട്ടൽ റെസിഡന്റിൽ പ്രസ് കോൺഫറൻസ് വിളിച്ച് എല്ലാ രഹസ്യങ്ങളും ഞങ്ങൾ പറയുന്നതായിരിക്കും. ഞങ്ങൾ അവിടെയാണ് ഉള്ളത്. ഇവൻ ഏത് ലോകത്തുനിന്ന് വന്നവനാ? കേവലം ഒരു കുട്ടി ഈ ക്രേസി സ്നാച്ചറിനെ പബ്ലിക്കിന് മുമ്പിലാണ് ചാലഞ്ച് ചെയ്യുന്നത്. ഇവൻ പ്രസ് കോൺഫറൻസിനെ വിളിച്ചുകൂട്ടി രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ എന്റെ പ്ലാനുകളെല്ലാം പൊളിയും. ഓരോ രാജ്യത്തിലെയും ഗവൺമെന്റ് എന്നെ അന്വേഷിച്ച് എന്റെ കഥ തന്നെ അവസാനിപ്പിച്ചു നിൽക്കും. ഇന്നലെയും ഇന്നും തമ്മിൽ ഒരുപാട് മണിക്കൂറുടെ വ്യത്യാസമുണ്ട് പ്രിൻസ്. പിന്നെ ഹോട്ടൽ പ്രസിഡന്റ് ഇവിടുന്ന് ദൂരെ ഒന്നുമല്ല. ബൈക്ക് റെഡി ആയി കഴിഞ്ഞു. മങ്കി മോനെ, എന്റെ പരീക്ഷണങ്ങളെല്ലാം ഇതാ വിജയിച്ചിരിക്കുന്നു. മെഡൂസ, നീ പറഞ്ഞത് എത്ര ശരിയാ. ഇന്നലേക്കും ഇന്നിനും ഇടയ്ക്ക് ഒരുപാട് സമയം വ്യത്യാസമുണ്ടല്ലോ. ഫൈറ്റ് അവൻ നന്നായിട്ട് ചെയ്യും. ഇനി എന്റെ ബൈക്കുമായി അവൻ എങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹോട്ടൽ പ്രസിഡന്റ്, എന്റെ ബൈക്കുകൾ നിന്റെ അടുത്തേക്ക് വരാൻ പോകുന്നു. ലഡു സിംഗ് സർ, ഞങ്ങളിൽ നിന്ന് അകന്ന് നടന്നോളൂ. ചിലപ്പോ അവർക്ക് വിവരം കിട്ടി കാണും നമ്മൾ എല്ലാവരും ഇവിടെ തന്നെയാണെന്ന്. എന്നെ പിടിക്കാൻ തീർച്ചയായിട്ടും അവരെ ആളെ അയക്കാതിരിക്കില്ല. അവരെ കണ്ണിൽ പെടാതെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അവരുടെ ഗ്യാങ്ങിലുള്ള ഒരാളെ നമ്മളെ പിടിച്ചിട്ട് അവരുടെ താവളം എവിടെയാണെന്ന് അവനോട് ചോദിക്കണം. അല്ലെങ്കിൽ അവരുടെ പുറകെ ചെന്ന് താവളം കണ്ടുപിടിക്കേണ്ടി വരും. ബൈക്ക് ചുറ്റി മനസ്സിലോ? ഇത് ഏലിയൻസും അല്ല, പ്രേതവും അല്ല. എനിക്ക് തോന്നുന്നത് ആ പ്രിൻസ് ക്രീച്ചേഴ്സ് നേച്ചർ ഇതുപോലെ ബൈക്കുകൾ നിർമ്മിച്ച് ഗാഡ്ജറ്റ് ഉപയോഗിച്ച് ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അവരെ കണ്ണിൽ നിങ്ങൾ ആരും പെടാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് വന്നേക്കാം. ഇപ്പൊ അത്യാവശ്യം ഗാഡ്ജറ്റ് രക്ഷിക്കേണ്ടതാണ്.
എന്താടാ കുട്ടാ, നല്ല രസം തോന്നുന്നുണ്ടല്ലേ? അല്ല, ഈ മുട്ടക്കറിയിലുള്ള മുട്ട എവിടെ? ഇതിനാണോടോ നിങ്ങൾ മുട്ടക്കറി എന്ന് പറയുന്നത്? എന്താ ഇത്? മുട്ട ചോദിച്ചതിന് തലയിലാണ് ഇടുന്നത്. ഈ ഓമന ശരിക്കും വെന്തിട്ട് കൂടിയില്ല. എന്റെ സൈക്കിളേ, എനിക്ക് സഹിക്കുന്നില്ല, വാങ്ങണം. ചോദിക്ക് എന്തു വിലയാണെന്ന്. അവൻ അത് വിക്കില്ല. അവനെ പിടിച്ചിട്ട് തട്ടിയെടുത്തോ. താങ്ക് യു ശിവ. ഇല്ല 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 ഇല്ല, മെഡൂസ അവൻ എന്റെ ബൈക്ക് നശിപ്പിക്കാൻ നോക്കുന്നു. നമുക്ക് കിട്ടിയ അവസരമാ, അവനെ തീർത്തുകള. ബൈക്കിനെ ഫ്ലൈഓവറിന് താഴെ എറിഞ്ഞു. ശിവ തീർന്നിരിക്കുന്നു. ഇല്ല, പ്രിൻസ് ഇപ്പോൾ നിന്റെ ആളെ അയച്ചേര്. അവര് ശിവയെ അവിടുന്ന് പൊക്കും. ഇന്ന് നമുക്ക് ആ ഹോട്ടലിലേക്ക് പോവാനേ പറ്റില്ല. ആൾക്കാർ അവിടെ തീർച്ചയായിട്ടും വന്ന് കാണും. നമ്മൾ എല്ലാവരും ആ ഹോട്ടൽ നിരീക്ഷിക്കേണ്ടതുണ്ട്. അവര് ആൾക്കാർ വരുമ്പോ നമുക്ക് പുറകെ പോവാലോ. സിറ്റിയിൽ പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഡ്രൈവറില്ലാതെ നഗരത്തിൽ കുറെ ബൈക്കുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതായി കണ്ടു. ഇപ്പോൾ കാറുകളും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപ് ഒരു പ്ലെയിൻ പൈലറ്റ് ഇല്ലാതെ ടേക്ക് ഓഫ് ചെയ്യപ്പെട്ട് എവിടെയോ ലാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരോ എവിടെയോ ഇരുന്ന് ഒരു മെഷീൻ മുഖേന ഇവയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഇത് ഏലിയൻസ് ആയിരിക്കുമോ? ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കാം ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് വളരെ അപകടം പിടിച്ച കളിയാണ്. ഇപ്പോൾ ഹൈ ലെവൽ സെക്യൂരിറ്റി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഈ സത്യം ആർക്കും അറിയില്ല. ഇതൊക്കെ ചെയ്യുന്നത് ആ പ്രിൻസ് ക്രീസസ് നേച്ചർ ആണ്. ശിവ, എന്ത് വില കൊടുത്ത് ആ ഗാഡ്ജറ്റ് നമ്മൾ കൈക്കലാക്കേണ്ടത് അത്യാവശ്യമാണ്. നീ പറഞ്ഞ ശരിയാണ്. പക്ഷെ അവര് താവളം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഹോട്ടൽ റെസിഡന്റിന്റെ ഓപ്പോസിറ്റിലുള്ള ഈ ഹോട്ടലിൽ നമ്മൾ താമസിച്ചിരിക്കുന്നത്. അവര് നമ്മളെ കണ്ടുപിടിക്കാനും പാടില്ല. ലഡു സിംഗ് സർ എപ്പോഴും ആ ഹോട്ടൽ നിരീക്ഷിക്കാൻ വേണം. ശിവ, നീ ഇത് കണ്ടോ? അവന്മാരെ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ അവരെ പുറകെ ഒന്ന് പോട്ടെ. എല്ലാ വിവരങ്ങളും ഞാൻ അപ്പൊ അറിയിക്കാം. ഓക്കെ അല്ലേ?
രേവ ഞാനിപ്പോ 77C റോഡിലാണ് ഉള്ളത്. ഓക്കെ ശിവ. ലഡു സിംഗ് സർ, നമുക്ക് ലെഫ്റ്റിലാ പോകേണ്ടത്. ഇപ്പൊ വിടാം. രേവ സീലിംഗിലേക്ക് വരൂ. ഓക്കെ. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവസാനം ഈ കുട്ടി ഇവിടെയും എത്തിയിരിക്കുകയാണ്. മെഡൂസ, അവനെ വെറുതെ വിടരുത്. പിടിക്കൂ ഈ കുട്ടി എല്ലാരും. ഗാഡ്ജറ്റ് തട്ടിയെടുത്തിട്ട് അവനെ തീർത്തേക്കണം. കുട്ടി, മര്യാദയ്ക്ക് ആ ഗാഡ്ജറ്റ് തന്നിട്ട് പോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കവനെ, അവനെ വെറുതെ വിടല്ലേ. എന്റെ ഗാഡ്ജറ്റ്സ് അവൻ കൊണ്ടുപോയി എന്ന് കരുതി ഞാൻ വെറുതെ ഇരിക്കില്ല. 6 മണിക്കൂർ വരെ റിസർവ് എനർജി ഉള്ളത് കൊണ്ട് എന്റെ മെഷീനുകൾ പ്രവർത്തിക്കും. ഏത് കാറായാലും പ്ലെയിൻ ആയാലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശിവ പറക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കനാണ്. അങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ അവന്റെ കഥ തീർക്കും. അവന്റെ പുറകെ പോകൂ. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, 6 മണിക്കൂറിനുള്ളിൽ ആ ഗാഡ്ജറ്റ് കൈക്കലാക്കിയില്ലെങ്കിൽ ഇവിടെ മുഴുവനും പൊട്ടിത്തെറിക്കും. എല്ലാവരും പോകൂ. 6 മണിക്കൂറിനുള്ളിൽ ആ ഗാഡ്ജറ്റ് എന്റെ കയ്യിൽ കൊണ്ടുതരൂ. കം ഓൺ ഗാർഡ്സ്, 6 മണിക്കൂറിനകം അവനെ പിടിച്ചിട്ട് ഗാഡ്ജറ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഓക്കേ മാഡം. ശിവ മോനെ, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷയില്ല കേട്ടോ.
ഗാഡ്ജറ്റ് സൂക്ഷിച്ചു വെച്ചോളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അത് കണ്ടില്ലേ ബോസ്, കാറിനെ ടേൺ ചെയ് പെട്ടെന്ന്. അവസാനം ശിവയെ ഞാൻ താഴെ വീഴ്ത്തി. മെഡൂസ, ഇനി അവനെ വച്ചേക്കരുത്. ശിവ, ഒന്നുകൂടെ പറക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ഫയർ ചെയ്യേണ്ടി വരും. മര്യാദയ്ക്ക് അവിടെ നിന്നോ. രേവ, നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. അവരെ കണ്ണിൽ നിങ്ങൾ ആരും പെടാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് വന്നേക്കാം. പക്ഷേ ശിവ, നിന്നെ ഒറ്റയ്ക്കായിട്ട് എങ്ങനെ ഞങ്ങൾ പോവാ? ഇപ്പൊ അത്യാവശ്യം ഗാഡ്ജറ്റ് രക്ഷിക്കേണ്ടതാണ്. പോ, വേഗം പോവാനാ പറഞ്ഞത്. ഞാൻ തീർച്ചയായിട്ടും മടങ്ങി വരും. ഗാഡ്ജറ്റ് എവിടാണുള്ളത്? ഓ നോ, പ്ലെയിൻ താഴെ വീഴുന്നതിന് മുൻപ് താഴെ നന്നായിട്ട് തട്ടി. അപ്പൊ ഇത് തുറന്നു കാണും. അപ്പോ ഇതിന്റെ അകത്തുണ്ടായിരുന്ന ഗാഡ്ജറ്റ് താഴെ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവാനാണ് സാധ്യത. ശിവ, അവിടെ നിൽക്കാനാ പറഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ ഫയർ ചെയ്യും. അതെ, വെളിച്ചം വന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. മുത്തശ്ശ, ഇവിടെ നിങ്ങൾ ലഡ്ഡു സിംഗ് സ്ഥലം പറഞ്ഞു തന്നു. നിങ്ങൾ പറഞ്ഞു തരാറില്ലല്ലോ. ശിവ, അവൻ വളരെ ശക്തിശാലിയാണ്. അതുകൊണ്ട് നിന്റെ അച്ഛൻ തയ്യാറാക്കിയ വേറൊരു ഗാഡ്ജറ്റ് കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ധരിച്ചാൽ നിനക്കവനെ നേരിടാൻ കഴിയും. ഈ ഗ്ലൗസിലും ഷൂസിലും നല്ല പവറുണ്ട്. ഒരു കുത്തുകൊണ്ട് നിനക്ക് ഏത് മെറ്റലിനെയും തകർക്കാൻ കഴിയും. താങ്ക് യു മുത്തശ്ശ. പക്ഷേ ഇനി ഇതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ കയ്യിൽ ഗാഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. എന്താ ഒരു ശബ്ദം? നമുക്ക് നോക്കാം. ശിവ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല.
ആ ഗാഡ്ജറ്റ് എനിക്ക് തരൂ. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായും ഞാൻ വാങ്ങിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ തട്ടിയെടുത്തിരിക്കും. പറയൂ, എന്തു വിലക്ക് നീ അതെനിക്ക് തരും? വില പറയൂ. ഇത് വിൽക്കാനൊന്നും പറ്റില്ല. എന്നാ പിന്നെ സംഭവിക്കുന്നതിന് നീ മാത്രമായിരിക്കും കുറ്റക്കാരൻ. നോക്കൂ, നമ്മുടെ അടുത്താകെ 10 മിനിറ്റേ ഉള്ളൂ മെഡൂസ. ആ ഗാഡ്ജറ്റ് തട്ടിയെടുത്ത് പെട്ടെന്ന് തന്നെ മെഷീനിൽ വെച്ചില്ലെങ്കിൽ റിസർവ് എനർജിയൊക്കെ മുഴുവനും തീർന്നു പോകും. പിന്നെ എല്ലാം തന്നെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. വേഗം രക്ഷപ്പെടാം നമുക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേണ്ട വേണ്ട, വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇതെങ്ങനെ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടുന്നത്? ഒന്ന് നിന്നേ. വേഗം പോകാം. നമുക്ക് ആ കാറിൽ അവരെ പിന്തുടരേണ്ടിയിരിക്കുന്നു. എന്നെ വെച്ച് പന്തുകളി നടത്തുന്നത് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? I have still 5 minutes. ആ ഗാഡ്ജറ്റ് എനിക്ക് തരൂ കുട്ടേ, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരുടെയും കഥ ഞാൻ തീർത്തിരിക്കും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ഇതെന്ത് കുന്തുവാ? സാറേ, ഇനി വെറും 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ.
കളി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ശിവ. ശിവ, എന്റെ കയ്യിൽ നിന്നും നിനക്കിനി ഒരിക്കലും രക്ഷയില്ല. വേഗം ആ ഡയലോഗ് പറഞ്ഞേ. കുട്ടിയെന്ന് വിളിക്കരുത്, കുട്ടിയെന്ന് വിളിക്കരുത്. നീ ഭയങ്കര ബലശാലിയാണല്ലോ ശിവ. നിന്റെ ശക്തി ഞാൻ കുറച്ച് കാണിച്ചു തരാം മോനെ. വിട്ടയക്കൂ എന്റെ ശിവയെ, വിടാൻ. നിന്റെ ശക്തി മുഴുവനും പോയി ശിവ. നിന്നെ ഞെരിച്ചു കളയും ഞാൻ. ശിവയ ദേവി, ഇത് വിട്ടേക്ക്. ഇതാ ഈ ഗാഡ്ജറ്റ് എടുത്തോളൂ. ഇല്ല, നിങ്ങൾക്ക് ഗാഡ്ജറ്റ് തന്നല്ലോ, പിന്നെ എന്തിനാ ഈ ചതി ചെയ്തത്? ശിവ, ഇനി ഒരു പ്രാവശ്യം കൂടി പറഞ്ഞേ നീ കുട്ടിയെന്ന് വിളിക്കരുതെന്നെ. ഇതെന്താ ഈ സംഭവിക്കുന്നേ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. അങ്കിൾ, അങ്ങനെ എല്ലാ സാധനവും വിലക്ക് വാങ്ങിക്കാൻ വിചാരിക്കരുത്. അതുപോലെ തട്ടിപ്പറിച്ച് സ്വന്തമാക്കാമെന്നും വിചാരിക്കണ്ട. നിനക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലാവില്ല. നിന്നെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മനസ്സിലാക്കി തരാം. വേഗം പോവാൻ. ഒരു പ്രാവശ്യം ഞാൻ ഇവനെ പാട്ട് കേൾപ്പിക്കാം. വേണ്ട, എനിക്ക് പാട്ട് കേക്കണ്ട. എന്നെ ജയിലിലേക്ക് കൊണ്ടുപോ. ആ സൈക്കിള് കിട്ടിയിരുന്നെങ്കിൽ. Watch India's largest kids library only on Jio Hotstar. Download the app now.